നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്ളോഗ് ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഈയിടെയായിട്ട് കേൾക്കാറുണ്ട്. എന്നാൽ വ്ളോഗ് എന്താണ്? വ്ളോഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ റെപ്രസെൻറ്റേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബർ സുഹിത് ഭക്തൻ്റെയൊക്കെ ട്രാവൽ വീഡിയോസ് ഒരു വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറിയിലാണ് ഇതൊക്കെ വരുന്നത്. ട്രാവൽ, ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വ്ളോഗായിട്ട് വരും. അതായത് വീഡിയോ റെപ്രസെൻറ്റേഷൻ ആണ്. എന്നാൽ വ്ളോഗ് എന്ന് പറയുന്ന ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബ്ലോഗ് നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ അതിൽ കൂടെ നിങ്ങൾക്ക് എങ്ങനെ വരുമാനം നേടാം എന്നുള്ളതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീൻസ് ടെക്സോളം എൻ്റെ ടെക് ചാനലാണ്. ഞാനാണ് ജീനീസൻ. നേരെ വീഡിയോയിലേക്ക്. സോ ബ്ലോഗ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിന് പ്രത്യേകിച്ച് ടോപ്പിക്കും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോഗായിട്ട് എഴുതാൻ കഴിയുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു യഥാർത്ഥ ബ്ലോഗറെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ എങ്ങനെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ടത്, പിന്നീട് എങ്ങനെ നമുക്ക് വരുമാനം കിട്ടും എന്നുള്ളതൊക്കെ അദ്ദേഹത്തോട് തന്നെ വിളിച്ച് നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. സോ അഭിഷേക് എന്നുള്ള ഒരു ബ്ലോഗറിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത്. സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ കോള് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഹലോ, അഭിഷേക് അല്ലേ? അതെ, ഞാൻ അജീന. എടാ, ഞാൻ വിളിച്ചത് നമ്മുടെ ഓഡിയൻസിന് കുറച്ച് പേർക്ക് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി, മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീ ഒരു ബ്ലോഗർ അല്ലേ? നിന്റെ ബ്ലോഗിന്റെ നെയിം അല്ലേ ടോപ്പ് റിവ്യൂർ എന്നത്? അതെ. സോ അതിനെ ബേസ് ചെയ്ത് നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 6 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള 6 ചോദ്യങ്ങൾ. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് നിന്നോട് ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എങ്ങനെയാണ് നമുക്ക് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു ഫ്രീ ആയിട്ട് എങ്ങനെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഫ്രീ ആയിട്ട് ഇന്ന് നമ്മുടെ മുന്നിൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഗൂഗിളിലെ ബ്ലോഗർ എന്ന പ്ലാറ്റ്ഫോം മാത്രമാണ് ഉള്ളത്. ഫ്രീ ഓഫ് കോസ്റ്റ് ബ്ലോഗർ മാത്രമാണ് നമുക്ക് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം തരുന്നത്. അതിന്റെ പേരാണ് ബ്ലോഗർ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏതൊരാൾക്കും എത്ര ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ വലിയ കഴിവുകളോ ഒന്നും ഇല്ലാത്ത ആർക്കും യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ബ്ലോഗർ. വളരെ സിമ്പിളായി കോഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വസ്തുത മാത്രം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ? അതെ, ബ്ലോഗറിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പേയ്മെന്റ് വെച്ച് ചെയ്യണമെങ്കിൽ വേർഡ് പ്രസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. അവിടെ അതിനകത്ത് ഡൊമൈൻ മേടിച്ചിട്ട് നമുക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത് ഇപ്പൊ ബ്ലോഗറും വേർഡ് പ്രസും ആണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ബ്ലോഗർമാരും ചൂസ് ചെയ്യുന്നത്. അതിന്റെ SEOന്റെ ഒക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ മിനിമലായ സെറ്റ്സ് ഉണ്ട്. അത് ഗൂഗിളിൽ സെർച്ച് എഞ്ചിനിൽ കയറിക്കോളും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മളൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ ഫുള്ള് പ്രോസസ്സിങ്, മൊത്തം പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ഫ്രീ ആണോ? അതോ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഫീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇപ്പം ലാസ്റ്റ് വന്നൊരു അപ്ഡേറ്റില്, സെപ്റ്റംബർ വന്നൊരു അപ്ഡേറ്റില് ബ്ലോഗർ നമുക്ക് ഡൊമൈൻ മേടിച്ചില്ലെങ്കിലും അവർ ഗൂഗിൾ ആഡ്സെൻസ് അപ്രൂവ് ചെയ്യും എന്നൊരിത് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളും ഇംഗ്ലീഷിൻ ബ്ലോഗുകൾക്ക് മാത്രമായിരുന്നു. പിന്നെ കുറച്ച് കൺട്രിയിലെ ചില ലോക്കൽ ലാംഗ്വേജസിന് മാത്രം ഗൂഗിൾ ആഡ്സെൻസ് കൊടുത്തിരുന്നു. ഇപ്പം മലയാളത്തിലും ഗൂഗിൾ ആഡ്സെൻസ് അപ്രൂവ് ആണ്. മലയാളത്തിൽ എഴുതിയാലും ബ്ലോഗ് ഹിറ്റാവും. ഗൂഗിൾ ആഡ്സെൻസ് പേയ്മെന്റ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളികൾക്കും ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നമുക്ക് ഏതൊക്കെ ടൈപ്പ് കണ്ടന്റുകൾ നമുക്ക് ബ്ലോഗിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏതൊക്കെ കണ്ടന്റ് അതിൽ എഴുതാൻ സാധിക്കും? മാക്രോനിഷസും മൈക്രോനിഷസും എഴുതാം. അത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ പ്രതീക്ഷിച്ചാണ്. അങ്ങനത്തെ ആ 2 വാക്കുകളുടെ അർത്ഥം എന്താണ്? ജസ്റ്റ് അതൊന്ന് പറയാമോ? കാരണം നമ്മുടെ ഓഡിയൻസിന് അത് അറിയത്തില്ലായിരിക്കും. മാക്രോനിഷസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക കണ്ടന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. ഇപ്പൊ ടെക് ആവാം, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ആവാം, ഫിനാൻസ് ആവാം, മാനേജ്മെന്റ് ആവാം, അങ്ങനെ സൈക്കോളജി ആവാം. അങ്ങനെ പ്രത്യേക നിഷസിൽ മാത്രം മാത്രം നിൽക്കുന്നത് അങ്ങനെ എഴുതാം. മാക്രോ എന്തിനെ പറ്റിയും ലോകത്ത് എന്ത് കാര്യത്തിനെ പറ്റി എഴുതിയാൽ അത് മാക്രോ ഇതായിരിക്കും. ഇപ്പൊ വരുന്ന ബ്ലോഗർമാർ പലരും എല്ലാ കമ്പനിയെയും പറ്റി എഴുതിയാണ് നിൽക്കുന്നത്. പ്രത്യേക നിഷസ് ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്:
ഒരു ബ്ലോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു 2-3 ബ്ലോഗൊക്കെ എഴുതി. അപ്പോൾ എനിക്ക് എങ്ങനെ ഈ ബ്ലോഗിനെ ടിപ്പിക്കലി എൻ്റെ സൈറ്റ് ഉണ്ടല്ലോ, എൻ്റെ ബ്ലോഗിങ് സൈറ്റ്, അതെങ്ങനെ എനിക്ക് വളർത്താൻ സാധിക്കും? അതിനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? ഏറ്റവും ബ്ലോഗ് ഇടുന്നതിന് മുമ്പേ നമുക്ക് നല്ല രീതിയിൽ ധാരണ എന്താണ് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ കൺസോൾ, ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ കൺസോൾ എന്നിവയെ പറ്റി. പിന്നെ അത് എവിടെ ഷെയർ ചെയ്യണം, അത് ആവശ്യമുള്ളവരെ മാത്രം ഷെയർ ചെയ്യുക, എന്ത് കണ്ടന്റ് ഒരു ദിവസം എഴുതണം, എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഗൂഗിൾ. അതായത് ഞാൻ എഴുതുന്ന ടോപ്പിക്കിനെ പറ്റിയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഞാനത് ഷെയർ ചെയ്യുക അല്ലേ? അതെ. അതിന് ഇപ്പം ഇന്ന് ഞാനൊരു ടോപ്പിക് എഴുതിയത്, ഇന്ന് ഞാൻ എഴുതിയ ടോപ്പിക്കാണ് പേഴ്സണൽ മണി മാനേജ്മെന്റ് എന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഗൂഗിൾ സെർച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ അത് എഴുതിയത്. അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ എഴുതൂ. ആവശ്യമില്ലാതെ ജാമ്പാന്റെ കാലത്ത് നടന്ന കാര്യങ്ങളൊന്നും അതിൽ എഴുതി പിടിപ്പിച്ചിട്ട് കാര്യമില്ല. അത് ആൾക്കാർ വാച്ച് ചെയ്യണമെന്നും ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ റീച്ച് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ പറ്റി എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണും അല്ലേ ബ്ലോഗിങ് സൈറ്റിന്? കാണും, പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തും. പിന്നെ ചില ടിപ്പിക്കൽ ടോപ്പിക്സ് ഉണ്ട്, വർഷങ്ങളായി ഫോളോ അപ്പ് ചെയ്യുന്ന ആ ചില ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാവുന്ന സ്പൈക്കുകൾ ഉണ്ടാകും. അല്ലാത്ത എല്ലാം ഒരു മിനിമം ഗ്രോത്തിന് അപ്പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു ബ്ലോഗിനെ പറ്റി എഴുതി, അത് ലൈഫ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ അതിന് നല്ല റീച്ച് കാണും. അതെ, കാണും, ഉറപ്പായിട്ടും കാണും. ഓക്കെ. അപ്പോൾ എൻ്റെ 5th ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇതുപോലെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഇത് നല്ല സെറ്റായി, നല്ല ഒരു വളർച്ചയൊക്കെ നേടി, എനിക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പേയ്മെന്റ് കിട്ടണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്? കറന്റ് ഇന്ത്യയില് ബ്ലോഗ് തുടങ്ങിക്കഴിഞ്ഞ് 6 മാസം തികച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആഡ്സെൻസിന്റെ അക്കൗണ്ട് എടുക്കാൻ പോലും ഒരു ബ്ലോഗറിന് സാധിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ റിവ്യൂ പ്രോസസ്സ് കഴിയാൻ വേണ്ടി ഏകദേശം ഒരു 3-4 മാസത്തോളം എടുക്കും. ഇപ്പൊ നമ്മൾ എഴുതുന്ന കണ്ടന്റുകൾ കോപ്പിറൈറ്റഡ് ആണോ, അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം അതിനിടെ പോകും. ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഞാനിപ്പോ എന്റെ ബ്ലോഗിൽ 98 കണ്ടന്റേ ഉള്ളൂ. ഞാനിപ്പോ ടോട്ടലി 137 കഴിയാൻ ഞാൻ ഇട്ട ഫോട്ടോകളുടെ എല്ലാം കോപ്പിറൈറ്റ് കാരണം അത് കട്ടായി പോയതാ. അപ്പൊ ഫോട്ടോകളിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും അല്ലേ? ഫോട്ടോകളിൽ കോപ്പിറൈറ്റ് വരും. പിന്നെ നമ്മൾ എഴുതുന്ന കണ്ടന്റുകൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ മറ്റേതെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന കണ്ടന്റുകളാണ്, അതുപോലെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഓൺ ദ സ്പോട്ട് അത് വീഴും, കോപ്പിറൈറ്റ് വീഴും. അപ്പൊ തന്നെ ബ്ലോഗ് ക്യാൻസൽ ആകും. ബ്ലോഗറിനൊരു പ്രത്യേകത ഉണ്ട്, യൂട്യൂബ് പോലല്ല, അടുപ്പിച്ച് 2 കണ്ടന്റ് കോപ്പി അടിച്ച് എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എവിടെ നിന്നായിരിക്കും നമ്മളത് ചൂസ് ചെയ്യേണ്ടത്? ഇപ്പോൾ കോപ്പിറൈറ്റ് വീഴാതെ എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോ എവിടുന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും? കൂടുതലും നമ്മൾ സ്വയം പോസ്റ്ററുകൾ ഉണ്ടാക്കിയ കൂടുതലും ചെയ്യുന്നത്. പിന്നെ ഫോട്ടോസ് ആണെങ്കിൽ ഫ്രീ സ്റ്റോക്ക് പോലുള്ള സൈറ്റുകളെ ഇതാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഫോട്ടോ അത്ര അത്യാവശ്യമുള്ള കണ്ടന്റുകൾ മാത്രം. ഈവൻ ഫോട്ടോ പോലും കൊടുക്കുമ്പോൾ അതിനകത്ത് പോലും SEO ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിന് റീച്ച് ഉണ്ടാവില്ല. അതിനകത്ത് കൊടുക്കുന്ന ഒരു ഡോട്ടിന് പോലും അതുപോലും നമ്മൾ വളരെ ക്ലിയർ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ റീച്ച് ഇല്ലാതെ അവിടെ കിടക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എനിക്ക് ഇതിൽ നിന്നൊരു പേയ്മെന്റ് കിട്ടി, അതായത് ഗൂഗിൾ ആഡ്സെൻസ് എല്ലാം അപ്രൂവ് ആയി. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഈ പേയ്മെന്റ് കിട്ടുന്നത്? ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ പേയ്മെന്റ് കിട്ടുന്നത്? അതും കൂടെ ബാക്കിയുള്ളവർക്ക് ഒരു ഡൗട്ടാണ്. ഡയറക്ട്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കും, ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമോ? അത് നോക്കി ആഡ്സെൻസിന് കൊടുക്കാൻ നേരത്ത് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാവരും മേടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞാണ് അവർ റിവ്യൂവിംഗ് പ്രോസസ്സിനൊക്കെ പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് എങ്ങനെയാണ്, ഒരു മിനിമം എമൗണ്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അത് അതിപ്പോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വ്യൂവേഴ്സിനെ. ഇന്നിപ്പം എന്റെ ബ്ലോഗിന്റെ 72% വ്യൂവേഴ്സും ഇന്ത്യയിൽ നിന്ന് മാത്രമാണ്. പുറത്തുനിന്ന് ഇപ്പൊ അമേരിക്ക, യൂറോപ്പ്, ചില കൺട്രീസുകളിൽ അവർ പേജ് വ്യൂ കാണുമ്പോൾ അതിന് വേറെ റവന്യൂ ആയിരിക്കും കൂട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഒരാൾക്ക് മിനിമം എത്ര ബ്ലോഗുകളാകാൻ സാധിക്കും? ഇഷ്ടം പോലെ ആവാം, ഒരാൾക്ക് ഒരു ലിമിറ്റും ഇല്ല. ഓക്കെ. അപ്പൊ ഇൻഫിനിറ്റ് നമുക്ക് എത്ര ബ്ലോഗ് വേണേലും എഴുതാം അല്ലേ? എഴുതാം, പക്ഷെ അതിനകത്തൊക്കെ വളരെ സൂക്ഷിക്കണം. അഡൽട്ട് കണ്ടന്റ് പോലുള്ള വസ്തുക്കൾ എഴുതി കഴിഞ്ഞാൽ ഇത് വീഴും. ഓക്കെ. അപ്പോ ഒരാൾക്ക്, അതായത് ഇപ്പോൾ ഒരു ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്കാണല്ലോ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്.
അപ്പൊ നമുക്ക് ബ്ലോഗ് ഒരു പ്രൊഫഷൻ ആക്കാൻ സാധിക്കും, അതായത് നമുക്കൊരു പാർട്ട് ടൈം പോലെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? ലോകത്ത് ഏകദേശം ഒരു 1,00,000 അല്ല, അല്ലെങ്കിൽ അതിന് മുകളിൽ മാത്രം പ്രൊഫഷണലി ബ്ലോഗർ ചെയ്യുന്നവരുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാഗസീൻസ് ആയ ഫോബ്സ് ഉൾപ്പെടെ, അതിനകത്ത് ഉൾപ്പെടെ അവർക്കുൾപ്പെടെ ഇന്ന് ബ്ലോഗുകളുണ്ട്. ഈവൻ 3 മില്യൺ അല്ലെങ്കിൽ 1 crore വ്യൂവേഴ്സ് ആയിട്ടുള്ള ബ്ലോഗ് കറന്റ് ലോകത്തുണ്ട്. അവരെല്ലാം പേയ്മെന്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം. അവർ വലിയ അച്ചടി വലിയ ഡിജിറ്റൽ മീഡിയ ഒന്നുമല്ല, വെറും ബ്ലോഗ് മാത്രമാണ് യൂസ് ചെയ്യണം. ഇത് പ്രൊഫഷൻ ആക്കാൻ പറ്റും. അതിന് പക്ഷെ നമ്മുടെ സ്റ്റാറ്റിക്സ് മാറണം, നമ്മുടെ രീതികൾ മാറണം, നമ്മുടെ ചിന്താഗതികൾ മാറണം. അത്രത്തോളം അതിനകത്ത് ഹോംവർക്കുകൾ ചെയ്യേണ്ടി വരും. നമ്മളപ്പോ അതില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ അത് പ്രൊഫഷൻ ആക്കാൻ സാധിക്കും അല്ലേ? ചെയ്യാൻ പറ്റും. അത് ഗൂഗിളിന്റെ എല്ലാ അനുബന്ധ അനലിറ്റിക്സ് ഒക്കെ ഏറ്റവും ഡീപ്ലി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും പ്രൊഫഷൻ ആക്കി എടുക്കാം. പിന്നെ ബ്ലോഗിന് ഏറ്റവും വലിയ ഗുണമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ളവര് പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ബ്ലോഗിന് നിൽക്കുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനോ ബ്ലോഗ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഗൂഗിളിന്റെ ആഡ് മാത്രമല്ല, നമുക്ക് പുറത്തുനിന്ന് ആൾക്ക് ആരും കൂടെ അതിനകത്ത് കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അഭിഷേക്, അപ്പൊ ഇത്രയുള്ള നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ ഇത്രയും ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്ലോഗിനെ പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെ പ്രൊഫഷൻ ആക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള രസകരമായ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോസായിട്ട് കാണണം. സ്റ്റേ ട്യൂൺഡ്.